ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും മനുഷ്യനൊന്നാകുമ്പോൾ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തക ദയാബായി പറഞ്ഞു. സഹജീവികളെ ചേർത്ത് നിർത്തുമ്പോഴും അവരുടെ അനുകമ്പയോടെ പെരുമാറുമ്പോഴുമാണ് നാം യഥാർത്ഥ മനുഷ്യരായി മാറുന്നതെന്നും ദയാബായി പറഞ്ഞു. സ്നേഹദീപം എന്ന മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയുടെ പദ്ധതിക്ക് ആദ്യം 2 ലക്ഷം രൂപ നൽകിയ വ്യക്തിയെ ദയാബായി അഭിനന്ദിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള 58 മുതൽ 62 വരെയുള്ള വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം ചേർപ്പങ്ങൽ ഹോളിക്രോസ് HSS ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു ദയാബായി. ഇവിടെ 2 ലക്ഷം എന്നൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ ഫോണിൽ 2 രൂപയായിരുന്നു. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ആദിവാസി വൃദ്ധൻ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ 2 രൂപ എടുത്ത് തന്നു. ഇത് നീ വെച്ചോളൂ, നിന്റെ ജോലിക്കൊക്കെ ഉപയോഗിക്കാം. എൻ്റെ വൈഫ് ഇപ്പോൾ ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നു കുറച്ചുകൂടി തരാണ്. ഞാൻ ആ 2 രൂപയെ ഇന്ന് വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് എനിക്ക് 2 കോടികൾ ചോദിക്കേണ്ട ഒരു അവസരവും കൂടെയാണ്. കാരണം പ്രണയിച്ച് ആയിരങ്ങൾ മക്കളുണ്ടായി. കാസർഗോഡ് എൻ്റെ സ്ഥലത്താക്കാൻ 18 ദിവസം നിരാഹാരം കിടന്ന് പന്തല് പോലും ഇടാൻ അനുവാദമില്ലാതെ മഴയിൽ പെയ്യുന്ന അവിടെ കിടക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ആളുകൾ, മൗലവി, സന്യാസി, അച്ഛന്മാർ, സിനിമക്കാർ, എല്ലാ തരത്തിലുമുള്ള അവിടെ നിൽക്കുന്നു. അന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ ആ പ്രണയ വഴിയുടെ ലക്ഷ്യം മനസ്സിലായത് കുറേ മുമ്പായിരുന്നു. അന്ന് പറയാം. 51ാം സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം ജോസ് കെ മാണി MP നിർവഹിച്ചു. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പദ്ധതിയാണ് സ്നേഹദീപം പദ്ധതി എന്ന് ജോസ് കെ മാണി MP അഭിപ്രായപ്പെട്ടു. 51ാമത് സ്നേഹദീപ പദ്ധതിയിൽപ്പെടുത്തിയുള്ള സ്നേഹവീട്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജോസ്മോൻ മുണ്ടക്കൽ തുടങ്ങി വെച്ചത് ചെറുതായിട്ട് ഒരു വീട് തീർക്കുവാൻ വേണ്ടി 1000 രൂപ എന്ന പദ്ധതിയിൽ തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ കാരണത്താലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ജനങ്ങൾ ജോസ്മോനിൽ കൊടുത്ത വിശ്വാസമാണ്. കാരണം ഒരു പണം കൊടുത്താൽ, ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് പൂർത്തിയാക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. സൗജന്യമായി വീട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലവും സംഭാവനയും നൽകിയ സ്നേഹദീപത്തിലെ സുമനസ്സുകളെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആദരിച്ചു. കേരളമാകെ മാതൃകയാക്കാവുന്ന പദ്ധതിയാണ് സ്നേഹദീപമെന്നും ഈ പദ്ധതിയിൽ സഹകരിക്കുന്നവർക്കെല്ലാം ഈശ്വരാനുഗ്രഹം ലഭ്യമാകട്ടെ എന്നും അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പറഞ്ഞു. ഈ പ്രോജക്റ്റ് സാക്ഷാത്കരിക്കപ്പെട്ടതോടുകൂടി നിരവധി കുടുംബങ്ങൾക്കാണ് സ്വന്തമായ ഒരു ഭവനം, അവർക്ക് ഒരു വീടുണ്ടാവുക എന്ന സ്വപ്നം. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു വീടുണ്ടാവുക, ഒരു സ്വന്തമായി നനയാത്ത ഒരു വീടിൽ കയറി കിടക്കാൻ അവസരമുണ്ടാവുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സ്വന്തമായി വീടുള്ള മനുഷ്യർക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ വീടില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ എന്തുമാത്രം വിഷമിക്കുന്നു എന്ന് നമ്മൾ അടുത്ത് കാണുമ്പോൾ അവരെയൊക്കെ ഒറ്റയ്ക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ചിലപ്പോൾ മനസ്സ് കാണിച്ചേക്കാം. എന്നാൽ അങ്ങനെ സഹായിച്ചാലും അതെല്ലാം വളരെ ലിമിറ്റഡാണ്. ഏതാനും പേരെയൊക്കെ സഹായിക്കാൻ കഴിയുമെന്നതിനപ്പുറത്ത് ഒരു സമൂഹത്തിൽ വിഷമിക്കുന്ന കുറേയേറെ പേരെ ചേർത്ത് പിടിക്കാനോ സഹായിക്കാനോ കഴിയുന്ന വരില്ല. ഈ ഒരു പ്രോജക്റ്റ് ശ്രീ ജോസ്മോൻ മുണ്ടക്കൽ ആവിഷ്കരിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹപ്രദമാകുന്ന വിധത്തിൽ ഡെവലപ്പ് ചെയ്യുവാൻ കഴിയും. മാനസികാപ്പൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ജഡ്ജി ജോഷി ജോൺ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ചേർപ്പങ്ങൽ പള്ളി വികാരി ഫാദർ മാത്യു തെക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ, കോട്ടയം നാർക്കോട്ടിക് സെൽ DYSP AJ തോമസ്, സ്നേഹദീപം സൊസൈറ്റി പ്രസിഡന്റുമാർ എന്നിവർ പ്രസംഗിച്ചു.